കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഇതോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റൽ കെട്ടിടവും അപകടാവസ്ഥയിലാണെന്ന വാർത്തകൾ പുറത്തുവരുന്നു. 60 വർഷം പഴക്കമുള്ള കെട്ടിടം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ്. പല മുറികളും ചോർന്നൊഴിക്കുന്നതും കോൺക്രീറ്റ് പാളികൾ അടർന്ന അവസ്ഥയിലുമാണ്. സേഫ്റ്റി നമുക്ക് പ്രത്യേകിച്ച് എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. മേളിൽ നിന്ന് ഒരു പീസായിട്ട് തന്നെ കോൺക്രീറ്റും പെയിന്റും ആയിട്ട് തന്നെ പറഞ്ഞു വീഴുകയും ബെഡിലേക്ക് വീഴുകയും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയറിങ്ങും കാര്യങ്ങളും അതൊക്കെ അതുപോലെ തന്നെ ലൂസാണ്. ചില റൂമിൽ ചില സ്വിച്ച് ബോർഡിൽ നിന്നൊക്കെ ഷോക്ക് അടിക്കുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. In my room, in this rainy season, there is 2-inch water in the room. So we used to keep clothes to sink, soak the water and then rinse it out in our ഹോസ്റ്റൽ സന്ദർശിച്ച ചാണ്ടി ഉമ്മൻ MLA അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതെല്ലാം കണ്ടു, നിങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കയറാനുള്ള റോഡിന്റെ അവസ്ഥ കണ്ടു. കയറിക്കഴിഞ്ഞ് അകത്ത് കയറിയാൽ ബെഡ്റൂമിന്റെ അവസ്ഥ, ബാത്റൂമിന്റെ അവസ്ഥ, താഴത്തെ ബാത്റൂമിന്റെ അടുത്ത് നമുക്ക് പോയപ്പോൾ മൊത്തം വേസ്റ്റ് അതിനോട് ചേർത്തിട്ടിരിക്കുക. ഒരു വിവാദം ഉണ്ടായപ്പോൾ പോലും ഇതൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. സാധാരണക്കാരൻ പഠിക്കുന്ന സ്ഥാപനമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. സാധാരണക്കാരന്റെ മക്കളാണ്. അവർക്ക് ഇങ്ങനെ മതി എന്നായിരിക്കും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പരിശോധിക്കണം. എവിടെയെങ്കിലും കുട്ടികളെ സർക്കാരിന്റെ ചെലവിൽ സംരക്ഷിക്കണം. ഇത് ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞേ. ആ ബിൽഡിംഗ് 2 ബിൽഡിംഗാണ്. ആ ബിൽഡിംഗ് ഞങ്ങളിപ്പോ കണ്ടപ്പോൾ അടി തൊട്ട് മേൽ വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം, അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം, വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകട മരണത്തിന് പിന്നാലെയാണ് ഇതുപോലുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ, സർക്കാർ സ്ഥാപനങ്ങളുടെ, ആശുപത്രികളുടെയൊക്കെ ദയനീയാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നിരവധി കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണോ ഇത്? സംഭവത്തിൽ എന്തായാലും ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കുട്ടികൾ അവരുടെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഒരു അടിയന്തര ഇടപെടൽ ആവശ്യമല്ലേ? ഈ വിഷയത്തിൽ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ എന്താണ് പറയുന്നത്? ടോം, ഏതാണ്ട് 2-3 കൊല്ലമായി തുടരുന്ന ഒരു അനാസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോഴത്തെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് വീണ്ടും ചർച്ചയാകുന്നു എന്ന് മാത്രമാണുള്ളത്. അതായത് ഈ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 1 വർഷം മുൻപ് ഇതിന്റെ ഒരു ചീൽ കോൺക്രീറ്റ് പാളി അടർന്ന് ഒരു വിദ്യാർത്ഥിയുടെ മുകളിൽ വീഴുകയും പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യം 1 വർഷം മുൻപുണ്ടായതാണ്. പക്ഷേ എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇടയ്ക്ക് ഈ മെഡിക്കൽ കോളേജിന് കീഴിലെ PWD വിഭാഗം വന്ന് ചില അറ്റകുറ്റപ്പണികൾ നടത്തും. ഇതിന് മുകളിൽ തന്നെ ചില പെയിന്റുകളൊക്കെ അടിക്കും. അത്തരത്തിൽ ചില നടപടികൾ മാത്രമാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ഫലത്തിൽ ഇതിങ്ങനെ അനാസ്ഥയായി തുടരുകയാണ്. ഇന്ന് നമ്മൾ അതിനുള്ളിൽ കയറുമ്പോൾ കാണുന്ന അത്രയും പരിതാപകരമായ സാഹചര്യം തന്നെയാണ്. വിദ്യാർത്ഥികൾ പലതവണ ഇന്ന് നമ്മളോട് ഈ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് 3 മണിക്ക് KSU ഈ ഒരു PWD ഓഫീസിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി സമരം നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിന്റെ പരിതാപകരമായ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഈ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏതാണ്ട് 150ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. 1ാം വർഷ MBBS വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ BPharm വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ അനാസ്ഥ തുടരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തം വന്ന ശേഷമാണ് പലതും നന്നാക്കാനും പലതിലേക്കും മാറാനും ഒക്കെ ശ്രമിക്കുന്നത് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇപ്പോൾ സർജിക്കൽ വാർഡിന് ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല, ഓപ്പറേഷൻ തിയേറ്ററിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് ഈ പഴയ വാർഡുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത് നിർത്തിവെച്ചിരുന്നത്. ഫലത്തിൽ ഏതാണ്ട് 1-2 ദിവസം കൊണ്ട് തന്നെ ദുരന്തമുണ്ടായതിന് പിന്നാലെ തന്നെ പുതിയ കെട്ടിടത്തിൽ വാർഡ് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതേപോലെ തന്നെ ഈ ഹോസ്റ്റലിലും ഇനിയൊരു ദുരന്തത്തിന് കാത്തിരിക്കുകയാണോ അധികൃതർ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്.
ശ്രീജിത്ത്, തീർച്ചയായും, കാരണം അത് തന്നെയാണ് ഒരു ദുരന്തം വന്ന ശേഷം ഇടപെട്ടിട്ട് കാര്യമില്ല. ഈ കുട്ടികളെ പകരം ഇവർക്ക് മാറ്റി ഇവരെ പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനുള്ള സംവിധാനം ഒരുക്കേണ്ടതല്ലേ? അത്തരമൊരു ആവശ്യം, ഒരു പ്രതിഷേധവുമായി സാധാരണഗതിയിൽ നമുക്കറിയാം MBBS വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാറുണ്ട്. ഇവരത്രയൊരു സംഘടിത സ്വഭാവമുള്ള ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയൊന്നും അവിടെ ഇല്ലേ? എന്താണ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ നിലപാട്? വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. ഇത് പല ഘട്ടത്തിൽ സമരം കഴിഞ്ഞു. നോക്കൂ, ഇവിടെ SFIയും KSUവും എല്ലാം അങ്ങനെയുള്ള സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉള്ളതാണ്. അവർ നേരത്തെ സമരം ചെയ്തിട്ടുള്ളതാണ്. ഇതേ ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ വലിയ നായശല്യം, തെരുവ് നായശല്യം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും പല വിദ്യാർത്ഥികളെയും നായ കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രാത്രി വൈകിയും വിദ്യാർത്ഥികൾ സമരം ചെയ്ത ചരിത്രമൊക്കെ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ, ഈ ഒരു പുതിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ KSU ആണ് ഇന്ന് ചാണ്ടിയുമ്മന്റെ ഒക്കെ സന്ദർശനം നടന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നിന്ന് വിദ്യാർത്ഥികളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളത്, അതായത് വെറുതെ പുറത്തെവിടെയെങ്കിലും പോയി പാർപ്പിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് സർക്കാർ ചെലവിൽ മാറ്റി പാർപ്പിക്കണം എന്നുള്ള ആവശ്യമാണ്. മാത്രമല്ല ഇതിന്റെ ബലക്ഷയം പരിശോധിക്കണം. ഇപ്പോൾ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുകയാണ്. പലയിടത്തും ഇരുമ്പ് കമ്പികളാണ് പുറത്ത് കാണാൻ സാധിക്കുന്നത്. വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിക്കും. നേരത്തെ ഒരു ബീഹാർ സ്വദേശിയായ വിദ്യാർത്ഥി പോലും നമ്മളോട് സംസാരിച്ചത് ആ നിലയിലാണ്. അതായത് ഇതിൽ ഒരു മോശം അവസ്ഥയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ട കാര്യമാണ്. അത് ഇപ്പോൾ ഇതാദ്യമായല്ല എന്നുള്ളതാണ്. ഇനി അറിയാനുള്ളത് സർക്കാർ തലത്തിലെങ്കിലും ഇക്കാര്യത്തിലൊരു ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുള്ളത്. എന്തായാലും സമരപരിപാടികളടക്കം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം. മെഡിക്കൽ കോളേജ് അധികൃതരെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണം ഇനിയും വരേണ്ടതുണ്ട്. ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. ഈ ചാണ്ടിയുമ്മന്റെ സന്ദർശനം ഏതാണ്ട് പൂർത്തിയായത്. ഇനിയിപ്പോൾ പ്രതിഷേധമുണ്ട്. ഇതിനെല്ലാം പിന്നാലെ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ടോം, വ്യക്തമാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.